എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കിച്ചുവിനെ കുറ്റം പറഞ്ഞ ഫാദർ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തനിക്ക് ആരോടും ദേഷ്യം ഒന്നുമില്ല, പ്രത്യേകിച്ച് കിച്ചുവിനോട് ഒരു വൈരാഗ്യവുമില്ലെന്നാണ് പറയുന്നത്. കാരണം കിച്ചുവിനെ കുറ്റപ്പെടുത്തി ഫാദർ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതിൽ കിച്ചു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കിച്ചുവിനോട് ഭയങ്കര ദേഷ്യം കാണിച്ചിരുന്നു. പക്ഷേ എന്താണ് കാര്യമെന്ന് ഫാദർ പറയുന്നതുമില്ല, കിച്ചുവിനോട് ദേഷ്യവും. അത് കണ്ട് യൂട്യൂബേഴ്സ് എല്ലാം കൂടി ഫാദറിനെ എടുത്തങ്ങ് എയറിൽ കയറ്റി. കാരണം ഇതിനു മുമ്പ് രേണു ഫാദറിനെക്കുറിച്ച് പറഞ്ഞതും ഫാദർ രേണുവിനെക്കുറിച്ച് പറഞ്ഞതും എല്ലാം യൂട്യൂബേഴ്സ് കുത്തിപ്പൊക്കിക്കൊണ്ടു വന്നു. അതോടുകൂടി ഫാദർ എയറിലായി. ഇനിയും കിച്ചുവിനെ കാര്യമറിയാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ തനിക്ക് പ്രശ്നമാകുമെന്ന് മനസ്സിലായപ്പോൾ ഫാദർ തൻ്റെ കുറ്റമെല്ലാം സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു. സത്യം പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. കാരണം ആരുമില്ലാത്ത രേണുവിൻ്റെ കുടുംബത്തിന് 7 സെൻറ്റ് വസ്തു ദാനമായി കൊടുത്തൊരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. അതുപോലെ രേണു ഇതിനു മുമ്പ് വന്ന് ഫാദർ ഒരു വിഷപ്പാമ്പാണെന്നും ഫാദർ ഗേ ആണെന്നും ഫാദർ വസ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പലരുടെയും പിടിച്ചു വെച്ചതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുകയും ഒക്കെ ചെയ്ത് ഫാദറിനെ നാറ്റിച്ച രേണുസുതിയെ അതെല്ലാം മറന്നുകൊണ്ട് അവർക്കൊരാപത്ത് വന്നപ്പോൾ, അവർക്കൊരസുഖം വന്നപ്പോൾ ഫാദർ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം രേണുസുതിക്ക് ഒപ്പം നിൽക്കുമ്പോഴും കിച്ചുവിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അവനെ ഇട്ട് കൊടുത്തതാണ്. അത് അദ്ദേഹം ചെയ്ത വലിയൊരു തെറ്റാണ്. ഇപ്പോഴും ആളുകൾ ഓരോ ഊഹം വെച്ച് കിച്ചുവിനെതിരായി വീഡിയോ ചെയ്യുവാനുള്ള കാരണവും അതാണ്. രേണുവും കിച്ചുവും തമ്മിൽ അവിഹിതമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വരെ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അതുപോലെ രേണു ഇടയ്ക്ക് വെച്ച് അബോർഷൻ ചെയ്തിരുന്നല്ലോ, അതിനി കിച്ചുവിൻ്റെ കുഞ്ഞാണോ എന്ന് വരെയുള്ള സംശയങ്ങളാണ് ആളുകൾക്ക്. ഇതിനെല്ലാം കാരണം ഫാദറിൻ്റെ വാക്കുകളാണ്. അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താണ് കിച്ചു ചെയ്ത തെറ്റ് എന്ന് പറയാത്തതാണ് പ്രശ്നം. അതുപോലെ ഒരു വീഡിയോയിൽ രേണുവും വന്നിരുന്നു പറഞ്ഞു, എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന രഹസ്യമുണ്ട് കിച്ചു, നിൻ്റെ ഭാവി വരെ ഇല്ലാതാക്കുന്ന കാര്യം, അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ. ഇതിനും വേണ്ടി എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? ഒന്നുകിൽ എന്താണ് കാര്യമെന്ന് ഇവരൊക്കെ തുറന്നു പറയണം, ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ പോകരുത്. ആളുകളെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും. ഇതിൽ വലിയൊരു പങ്ക് രേണുവിനാണുള്ളത്. എന്തായാലും അവർ വളർത്തിയ മകനല്ലേ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അതിനെ നാറ്റിക്കരുതായിരുന്നു. ആളുകൾ ഇങ്ങനെ ഊഹം വെച്ച് ഓരോ വീഡിയോ ഇടുമ്പോൾ രേണുവിന് വന്ന് പറയാമല്ലോ അതൊന്നും അല്ല കാര്യമെന്ന്. അല്ലാത്തപ്പോൾ ഓരോ ചെറിയ കാര്യത്തിന് വീഡിയോ ഇടുന്ന ആളല്ലേ. അപ്പോൾ അതല്ല, കിച്ചുവിന് സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി കാണും. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ.